നമസ്കാരം. ഞാൻ പരാജയപ്പെട്ട ഒരു കർഷകനാണ്. എല്ലാ തരത്തിലും പേരിൽ മാത്രമേ ഉള്ളൂ വിജയകുമാർ. ജീവിതം മുഴുവനും പരാജയം. എങ്കിലും ഓർമ്മകളും വായിച്ച അനുഭവങ്ങളും ഈ വയസ്സുകാലത്ത് പങ്കുവെക്കുവാൻ ഒരവസരമുണ്ടായതിൽ ഈശ്വരനോട് നന്ദി പറയുന്നു. ധീരോദാത്ത ധീരോദ്ധത ധീരശാന്ത ധീരലളിത. മഹാകവി കാളിദാസന്റെ നായക സങ്കല്പം ഇങ്ങനെയാണ്: ധീരോദാത്തൻ, ധീരോദ്ധതൻ, ധീരശാന്തൻ, ധീരലളിതൻ. ഇതിൽ നമ്മുടെ പഴയകാല സിനിമകളിലൊക്കെ എം ജി രാമചന്ദ്രനും പ്രേം നസീറും എം ടി രാമറാവും ഒക്കെ ധീരോദാത്തന്മാരായ നായകന്മാരായിരുന്നു. അത് കലയിൽ. പക്ഷേ നമ്മുടെ ഇന്നത്തെ ലോകത്ത് ഈ നായക സങ്കല്പത്തിലുള്ള ഭരണാധികാരികൾ വളരെ കുറവാണ്. എങ്കിലും ഭാരതത്തിൻ്റെ അന്തരാത്മാവിൽ നിന്ന് ആത്മപ്രഭാവത്തോടെ ഉണർന്നു വന്ന ഒരു വലിയ മനുഷ്യനുണ്ട്. കഴിഞ്ഞ 11 വർഷമായി എല്ലാ മാസവും അവസാന ഞായറാഴ്ച രാവിലെ 11 മണിക്ക് തുടങ്ങുന്ന മൻ കി ബാത്ത്. ഇത് വളരെ കാലമായിട്ട് ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ത്യയുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമായി, വിദ്യാർത്ഥികളും അധ്യാപകരും സ്ത്രീകളും വിവിധ തൊഴിൽ മേഖലയിലുള്ളവരുമായി സംവദിക്കുവാനും അവർ പറയുന്നത് കേൾക്കുവാനും അവരോട് കുശലങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള ഒരു വലിയ മനസ്സ് നമ്മുടെ ഭരണാധികാരിയായ ശ്രീ നരേന്ദ്രമോദിജി അവർക്കുണ്ട്. അത് അങ്ങനെ ഒരു മഹാഭാഗ്യം ഭാരതീയർക്കുണ്ടായതിലും നമുക്ക് അഭിമാനിക്കാം. 13 ദിവസം മുതൽ 16 വർഷം വരെ ഈ രാജ്യം ഭരിച്ച നിരവധി കാലഘട്ടങ്ങളിലെ ഭരണാധികാരികളുണ്ടായിരുന്നു. അവരൊക്കെ പല കാലങ്ങളിലും ഭരണത്തിലും അല്ലാതെയും ചില വീഴ്ചകളൊക്കെ ഉണ്ടായെങ്കിലും നമ്മൾ അവരൊക്കെ ഓർക്കണം. പക്ഷേ ഈ നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും സമർത്ഥനായ, ഊർജ്ജസ്വലനായ ഒരു വലിയ നേതാവ് നമ്മുടെ ഭാരതത്തെ ഇന്ന് നയിക്കുന്നു. അതിൽ നമ്മൾ ഓരോ ഭാരതീയരും അഭിമാനിക്കേണ്ടതാണ്. ഇത് ഒരു കൃഷിക്കാരൻ്റെ, ഒരു സാധാരണപ്പെട്ട ഒരാളിൻ്റെ അഭിപ്രായമായിട്ട് മാത്രം കരുതിയാൽ മതി. കഴിഞ്ഞ 11 വർഷമായിട്ട് ഈ മൻ കി ബാത്ത് എന്ന പരിപാടി ലോകത്തിൻ്റെ ഒരു നേതാക്കന്മാരും ഒരു ഭരണാധികാരികളും നമ്മുടെ അറിവിൽ ഇന്ന് വരെ നമ്മുടെ ഭാരതത്തിലോ മറ്റു രാജ്യങ്ങളിലോ ഇതുപോലെ ജനങ്ങളുമായി സംവദിക്കാനുള്ള ഒരവസരം അവർ ഉണ്ടാക്കിയിട്ടില്ല. അതിന് മാത്രം സമയം കണ്ടെത്തുന്ന, ബാക്കി എല്ലാ തിരക്കുകൾക്കിടയിലും ഈ മൻ കി ബാത്ത് എന്ന പരിപാടിക്ക് മാത്രം 20 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഭരണാധികാരിയെ പറ്റി പറയുമ്പോൾ അതിന് വർണ്ണനാതീതമായ ഒരു കാര്യം തന്നെയാണ്. അതിന് ഇന്ത്യയുടെ ആത്മാവിൽ നിന്ന് ഉയർന്നു വന്ന ആത്മപ്രഭാവത്തോടു കൂടിയുള്ള ആ വലിയ മനുഷ്യന് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. അതോടൊപ്പം 1984 ഞാൻ എഴുതിയ ഒരു 1042 ചെറിയ കവിതകൾ അടങ്ങിയൊരു പുസ്തകമുണ്ട്. അതിലുള്ള 4 വരി കവിത കൂടി ഇതോടൊപ്പം ഞാൻ അവതരിപ്പിക്കുകയാണ്. ഭാരതം വളരണം, വളർന്നു പന്തലിക്കണം, ഭാരതീയർ നാം ഉലകിനൈശ്വര്യം വളർത്തണം. ഭാരതം വളരണം, വളർന്നു പന്തലിക്കണം, ഭാരതീയർ നാം ഉലകിനൈശ്വര്യം വളർത്തണം. ജാതി ചിന്ത മാറണം, ജനങ്ങളെ സേവിക്കണം, നീചബോധമഗ്നിയിൽ ദഹിച്ചു ചാരമാകണം. ജാതി ചിന്ത മാറണം, ജനങ്ങളെ സേവിക്കണം, നീചബോധമഗ്നിയിൽ ദഹിച്ചു ചാരമാകണം. മഹാഭാരതത്തിൽ ദ്വൈതവനത്തിൽ വെച്ച് പാണ്ഡവ പ്രമുഖനായ ധർമ്മജൻ സാക്ഷാൽ മാർക്കണ്ഡേയ മുനിയോട് ചോദിക്കുന്നുണ്ട്, ആത്മബലമാണോ മഹത്വം അതോ കായബലമാണോ മഹത്വം എന്ന്. അതിന് ശരിയായ ഉത്തരം നൽകുന്നുണ്ട് മാർക്കണ്ഡേയ മുനി. 6 മഹാപ്രളയങ്ങൾ താണ്ടിയ ആ തപസ്വി പറയുന്നത് ആത്മബലം തന്നെയാണ് മഹത്വം. എത്ര അക്ഷൗഹിണി പടകളുണ്ടായാലും ആത്മബലമില്ലാത്തവന് മറ്റൊന്നും പ്രയോജനം ഉണ്ടാവുകയില്ല. അങ്ങനെ ആത്മബലത്തോടു കൂടിയുള്ള സാക്ഷാൽ നമ്മുടെ പ്രധാനമന്ത്രി അവരുടെ അഭിനന്ദിക്കുന്നു, ആദരിക്കുന്നു. ഒരായിരം പ്രണാമം. നന്ദി, നമസ്കാരം.